എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ പാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര എങ്ങനെ നെല്ലിയാമ്പതി ലക്ഷ്യമാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഉറപ്പായും പോയി കഴിഞ്ഞ വീഡിയോ കാണാട്ടോ. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നെല്ലിയാമ്പതിയുടെ ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടും കേട്ടോ. അപ്പം നെല്ലിയാമ്പതി കാടിനുള്ളിലൂടെയുള്ള ഈ യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സർക്കാരിൻ്റെ ഓറഞ്ച് ഫാമും അതേപോലെ കൃഷിത്തോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് നെല്ലിയാമ്പതി ടൗണിൽ ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇത് ഈ സൈഡിൽ കാണുന്നതാണ് സർക്കാരിൻ്റെ ഓറഞ്ച് ഫാമും അതേപോലെ കൃഷിത്തോട്ടമൊക്കെ. അപ്പോൾ നമ്മളിത് ടൗണിലേക്ക് ഏകദേശം കയറിയിരിക്കുകയാണ്. ഇവിടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൃഷി ഫാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതേ ഓറഞ്ച് ഫാമിലേക്ക് കയറിയിരിക്കുകയാണ്. ഓറഞ്ച് ഫാമും കൃഷിത്തോട്ടവും എല്ലാം ഉണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, ക്യാബേജ് തോട്ടമാണ് നമ്മളെ വരവേൽക്കുന്നത്. അതും നീല കളറുള്ള ക്യാബേജസ് ആണ് ഈ കാണുന്നത്. തൊട്ടിപ്പുറം സാധാ ടൈപ്പ് ക്യാബേജുകൾ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നീല കളറുള്ള ക്യാബേജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ സൈഡിലൂടെ ധാരാളം ചെടികളും അതേപോലെ വെട്ടി നിർത്തിയിരിക്കുന്ന കുറേ ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ശരിക്കും ഇവിടെ നമുക്ക് ചെടികളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ OVF എന്നും പറഞ്ഞുകൊണ്ട് അവർ കണ്ടില്ലേ, പുല്ലേൽ വെട്ടി നിർത്തിയിരിക്കുന്ന കാഴ്ചയൊക്കെ അതിമനോഹരമാണ്. വളരെ സുന്ദരമായിട്ടാണ് അവർ ഈ ഫാം പരിപാലിച്ച് പോകുന്നത്. അപ്പോൾ ഈ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടോ ഹൈഡ്രാഞ്ചി ചെടികളൊക്കെ നട്ടിരിക്കുന്ന കാണാം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ഉണ്ടാകുന്നൊരു ചെടിയാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ പല വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി കേട്ടോ. പിന്നെ ഓറഞ്ച് ഇപ്പോൾ സീസൺ അല്ലാത്ത കാരണമാണ് ഞാൻ ഓറഞ്ചിൻ്റെ ഇതൊന്നും കാണിക്കാത്തത്. കാരണം ഇപ്പോൾ സീസൺ ടൈം അല്ലാത്ത കാരണം നമുക്ക് ഓറഞ്ച് ഒന്നും കാണത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ കാപ്പിക്കുരു ഉണങ്ങായിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, കിലോ കണക്കിന് കാപ്പിക്കുരു ഇങ്ങനെ ഒരു വലിയ ഗ്രൗണ്ടിലിട്ട് ഉണക്കുന്ന ഒരു കാഴ്ചയാട്ടോ ഈ കാണുന്നത്. നമ്മളിങ്ങനെ ഫാമിൻ്റെ ഉള്ളിലേക്കിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമാട്ടോ. എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിമനോഹരമാണ് കാഴ്ചകൾ. കണ്ട് ഓറഞ്ച് ചെടികളൊക്കെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന കാണാം. പക്ഷേ ഒന്നിലും ഓറഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതേപോലെ പാവൽ തോട്ടങ്ങളും അതേപോലെ കോവയ്ക്ക അതേപോലെ പടവലങ്ങ അങ്ങനെയുള്ളതിൻ്റെ തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ചെറിയ തോതിൽ ഒരു മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്, അതിൻ്റെ തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ മരത്തിന് 2 മരങ്ങളിലുമുള്ള ഏറുമാടാണ് കേട്ടോ. അതിൽ ഒരു ഏറുമാടത്തിൽ പ്രവേശനമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ഏറുമാടത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഏറുമാടത്തിൽ കയറണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ മരത്തേൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറുമാടം അതിമനോഹരമാണ് കേട്ടോ. കണ്ടോ, ആളുകളൊക്കെ മുകളിലേക്ക് കയറി പോകുന്ന കാഴ്ച കാണാം. ഒരേ സമയം 5-6 പേരൊക്കെ കേട്ടോ മാക്സിമം അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഏറുമാടത്തിലേക്ക് കയറുകയാണ്. ഇച്ചിരി പാടാണ് കേട്ടോ കയറാൻ. നമ്മൾ കൊച്ചിനെയൊക്കെ വെച്ചുകൊണ്ടാണ് കയറിയത്. നമ്മൾ മാക്സിമം സേഫായിട്ട് നോക്കിയിട്ടാണ് കയറുന്നത്. പക്ഷേ കൈവരികളുള്ള കാരണം പേടിക്കാനൊന്നുമില്ല കേട്ടോ, നമുക്ക് സേഫായിട്ട് കയറി പോകാൻ പറ്റും. അങ്ങനെ ഇതാണ് കേട്ടോ ഏറുമാടത്തിൻ്റെ ഏറ്റവും മുകൾ വശം. അടിപൊളിയാണ് കണ്ടോ. അതേ 2 മരത്തേലാണ് ഈ ഏറുമാടം അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഏറുമാടത്തിൽ നിന്ന് നോക്കിയാൽ ഫാമിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുമല്ല ഈ ഇല്ലി കൊണ്ടാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മരങ്ങൾ കാറ്റത്ത് ആടുമ്പം ഇതും ചെറുതായിട്ട് ആടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഏതായാലും ആദ്യമായിട്ടാണ് ഇത്രയും കിടിലമായിട്ടുള്ളൊരു ഏറുമാട് ഞാൻ കാണുന്നത് കേട്ടോ. ഏതായാലും നല്ല സ്ട്രോങ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്ക് സേഫായിട്ട് കാണാം. പിന്നെ അത് കണ്ടോ, ധാരാളം ഫാമിൽ നട്ടിരിക്കുന്ന ചെടികളും അതേപോലെ പച്ചക്കറി തോട്ടവും ഓറഞ്ച് തോട്ടവും ഒക്കെ നമുക്ക് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, കയറി വരുമ്പോൾ അവർ വെട്ടി നിർത്തിയിരിക്കുന്ന ആ കാഴ്ചയും എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. അങ്ങനെ ഫാമിലെ കാഴ്ചകളെ കണ്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഞാനൊരു അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റ് കണ്ടു. ആ വ്യൂ പോയിൻ്റ് കാഴ്ചകൾ കണ്ടു നോക്കട്ടോ. അടിപൊളി വ്യൂ പോയിൻ്റാണ്. നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ളൊരു അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. KSRTCയുടെ ഉല്ലാസയാത്ര ബസ്സൊക്കെ ഈ സൈഡിൽ ഇട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെല്ലിയാമ്പതിയുടെ കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. നമ്മൾ താമസിച്ച ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആട്ടോ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം.